മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട പരമ്പരയാണ് അന്നും ഇന്ന് ഉപ്പും മുളകും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഉപ്പും മുളകിലെ കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ ഹൃദയം കവർന്നത്. 2015 ഡിസംബർ 14 ഉപ്പും മുളകും ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ഒന്നാമത്തെ സീസൺ മികച്ച വിജയമായതിനാലാണ് രണ്ടാം സീസൺ അണിയറ പ്രവർത്തകർ കൊണ്ടുവന്നത്. ഇപ്പോഴത്തെ മൂന്നാം സീസണും വൻ വിജയമായി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. മൂന്നാം സീസണിൽ ചില പുതിയ കഥാപാത്രങ്ങൾ കൂടി പരമ്പരയിൽ ഭാഗമായിട്ടുണ്ട്. പുതിയ എത്ര താരങ്ങൾ വന്നാലും പഴയ ചില താരങ്ങൾ വിട്ടുനിൽക്കുന്നതിനാൽ ഉപ്പും മുളകും ആരാധകരിൽ വലിയ രീതിയിലുള്ള കുറവ് സംഭവിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഏറ്റവും വലിയ നിരാശ സമ്മാനിച്ചത് ബാലുവിന്റെയും നീലുവിന്റെയും മകൻ മുടിയനായി അഭിനയിക്കുന്ന ഋഷി കുമാറിന്റെ പിന്മാറ്റമായിരുന്നു. താൻ പോലും അറിയാതെ തന്റെ കഥാപാത്രത്തിന്റെ ഗതി മാറ്റിയതിനാലാണ് ഋഷി ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയത്. തന്നെ പരമ്പരയിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ സംവിധായകൻ ശ്രമിക്കുകയാണെന്നും ഉപ്പുമുളകിനെ ഒരു സീരിയൽ പോലെയാക്കി മാറ്റുന്നതിന് സംവിധായകനെ ചോദ്യം ചെയ്തതിനാണ് കഴിഞ്ഞ 4 മാസമായി സീരിയലിൽ നിന്ന് എന്നെ യാതൊരു കാരണമില്ലാതെയാണ് സംവിധായകൻ ഉണ്ണികൃഷ്ണൻ മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് ഋഷി ആരോപിച്ചിരുന്നു. അതുപോലെ വളരെ കുറച്ച് എപ്പിസോഡിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് പിന്നീട് കാണാമറയത്തേക്ക് പോയൊരു കഥാപാത്രമായിരുന്നു ഉപ്പുമുളകിൽ ഡെയിൽ ഡേവിസ് അവതരിപ്പിച്ച സിദ്ധാർത്ഥ്. ജൂഹിയുടെ കഥാപാത്രത്തിന്റെ ഭർത്താവായിരുന്നു സിദ്ധാർത്ഥ്. ഇപ്പോൾ ഇരുവരും ഉപ്പുമുളകിലേക്ക് തിരിച്ചെത്തിയെന്നാണ് ആരാധകർ പറയുന്നത്. അതിന് കാരണം നിഷ സാരംഗ് പങ്കിട്ട ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ്. ജൂഹി റുസ്തഗിക്കും റെയിൽ ഡേവിസിനുമൊപ്പമുള്ള ഒരു ഫോട്ടോയായിരുന്നു നിഷ സാരംഗ് ആദ്യം പങ്കുവച്ചത്. പിന്നാലെ പാറമണ വീടിന്റെ മുറ്റത്ത് ഉപ്പുമുളകും ടീമിനൊപ്പം നിൽക്കുന്ന ഋഷിയുടെ ഫോട്ടോയും നിഷ പങ്കിട്ടു. മുടിയനും സിദ്ധുവും ഇനി ഉപ്പുമുളകിൽ കാണുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം നിരവധി കമന്റായി പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും നിഷ ഒന്നിനും മറുപടി നൽകിയിട്ടില്ല.